പ്രിയപ്പെട്ടവരെ, ബസലിക്ക പള്ളിയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പിന്നിൽ ഞാൻ ആദ്യമായിട്ട് 2002 ഈ പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നെ ഇവിടുത്തെ ആൾക്കാർ ഫീച്ചർ ചെയ്ത ഒരു എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും എന്നോടുള്ള അതെല്ലാം നിങ്ങൾ എൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ട് ഉള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബുക്കിലെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബുക്കിൻ്റേതാണ് ഇവിടെ ആ ബുക്കിൽ ഈ ഒരു ഫോട്ടോയുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഈശംശയിരിക്കട്ടെ. ഇതാണത്. അതായത് ജോൺ പോൾ സെക്കൻഡ് എവിടെ പോയി? ജോൺ പോൾ സെക്കൻഡ് ഈ ബസലിക്ക നിങ്ങൾ കാണുന്നുണ്ടല്ലോ. 2002 തൊട്ട് 2027 ആകുമ്പം 25ാമത്തെ വർഷം ജൂബിലിയാണ്. അത് സിൽവർ ജൂബിലിയാണ്. അവരതിനെക്കുറിച്ച് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. വരാനായിട്ട് ഞാൻ ആഗ്രഹമുണ്ട്. അതായത് അടുത്ത വർഷമാണ്. അപ്പം മാർപ്പാപ്പ ഇത് ഡെഡിക്കേറ്റ് ചെയ്ത സമയത്തെടുത്ത ഒരു ഫോട്ടോയാണിത്. ഓക്കെ, നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, എന്തൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയും, കൊച്ചു കേരളത്തിൽ ജനിച്ച ഞാൻ ഇത്രയും വലിയൊരു സംരംഭത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്? എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. എനിക്കതിനെ ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടാത്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പം മാർപ്പാപ്പയാണിത് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ എവിടെ കാണിക്കണമെന്ന് അറിയത്തില്ല. ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് മാർപ്പാപ്പ ഇരിക്കുന്നത്. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ കൊച്ചു വീഡിയോ നിർത്താം. ഈശോ മിശിഹായെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, സാക്രിസ്റ്റിയാണ് സാക്രിസ്റ്റിയാണ് ഈ ഗ്ലാസ്സിന് പുറകിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഡോറുണ്ട്. അതിലെ കൂട്ടി എന്നെ ഒരു സിസ്റ്റർ കൊണ്ടുവന്നിട്ട് പുൾപ്പിറ്റാണ് ഈ കാണുന്നത്. ആ പുൾപ്പിറ്റിൻ്റെ അവിടേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, ഇതാണ് അച്ഛന്മാർ, ഇതാണ് പുൾപ്പിറ്റ്. ആ പുൾപ്പിറ്റ് ഇരിക്കുന്നത് ആ ദൈവകരുണയുടെ പടത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പം അവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് ഗ്ലോബ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നെ കൊണ്ടുവന്ന് ദൈവകരുണയുടെ 5 ഡെക്കേഡുള്ളതിൽ ഒരെണ്ണം ഇംഗ്ലീഷിൽ എന്നെ കൊണ്ട് പറയിച്ചു. ഞാൻ ഈ പുൾപ്പിറ്റിൽ കയറി നിർത്തി അവരെന്നെ. എന്തുകൊണ്ടുണ്ടെന്ന് അറിയത്തില്ല, അവരെന്നെ നിർത്തി. ഒരു മഹാസംഭവം തന്നെയായിരുന്നു അത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ പുൾപ്പിറ്റിൽ ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ എന്നെ കയറ്റി നിർത്താൻ ഒരു യോഗ്യതയില്ലെന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പറയുകയാണ്. നന്ദി കൊണ്ടല്ലാതെ എനിക്കിവിടെ നിൽക്കാനോ വരാനോ പറ്റത്തില്ല മക്കളെ. ഇതിൽ ഇപ്പം പറഞ്ഞത് വീഴാനായിട്ടുള്ള ചാൻസുകൾ, കുറേ പടികളും കാര്യങ്ങളും എല്ലാം ഈശോ രക്ഷിക്കണേ. അപ്പം ഇതിനകത്താണ് എന്നെ നിർത്തിയത്. കണ്ടോ നിങ്ങൾ? എന്നെ കയറ്റി നിർത്തിയിട്ട് എന്നെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിപ്പിച്ചു. ഇതെവിടെ ഇതാണ് സ്ഥലം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ പിടിക്കാനും എനിക്കറിയത്തില്ല. ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ അവിടെ കയറ്റി നിർത്തി എന്ന് പറയുമ്പം നിങ്ങൾക്ക് വിശ്വസിക്കാവോ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്? എന്നെ ഇവിടെയുള്ളവരെല്ലാം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈശോ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈശോയുടെ മുന്നിലൊന്നും കേട്ടോ. ഫൗസ്റ്റീനമ്മ, ജോൺ പോൾ സെക്കൻഡ് എല്ലാവരും ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പോട്ടെ. ഈ കുരിശ് കാണുന്നില്ലേ? ഈ കുരിശ് കാണുന്നുണ്ടല്ലോ അല്ലേ? ആ കുരിശിൻ്റെ മുൻവശത്താണ് അന്ന് ജോൺ പോൾ സെക്കൻഡ് കൂടിയാണ് ഇരുന്നത്. ഓക്കെ, ഈ കുരിശ് ആൾക്കാരുടെ അവിടെ നിൽക്കുന്ന കുരിശ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിതൊരു അനുഭവമാട്ടെ, ഒരു അനുഗ്രഹമാട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് പ്രിയ മക്കളെ. ഇതേ കുരിശിൻ്റെ അവിടെയാണ് നിന്നത്. ഇനി ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഈശോനെ നിങ്ങൾക്കറിയാലോ. ഈ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. സക്രാരി എന്ന് പറയുന്ന ഗ്ലോബാണ്.
ഗ്ലോബ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഉണ്ട്. അതിന് ചുവട്ടിലൊരു മരമുണ്ട്. ആ മരം തടിയൊന്നുമല്ല, ബ്രാസാണ്, മെറ്റലും കൊണ്ട്, ലോഹം കൊണ്ടുണ്ടാക്കിയതാണ്. ആ തടി ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ചെരിഞ്ഞ് ചില്ലകൾ പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സക്രാരി, ഈ പള്ളി ജോൺ പോൾ സെക്കൻഡ് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ്. അതായത് അത് ഡെഡിക്കേഷൻ നടന്നപ്പം ഓഗസ്റ്റ് 17 2002 പറഞ്ഞതാണ്. ഇത് ദൈവ കരുണയുടെ തലസ്ഥാന നഗരിയാണ്. പിന്നെ ബാക്കിയുള്ളത് പിന്നെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട്. എൻ്റെ സ്വരം ഇച്ചിരി വലുതാണ്. അപ്പം ആ ഗ്ലോബിൻ്റെ അവിടെ കാണുന്ന മരം ഉണ്ടല്ലോ, ആ മരം കാറ്റ് അടിച്ച്, അതായത് ദിവ്യകാരുണ്യം എന്ന കാറ്റ് ലോകത്തിൽ മുഴുവനും അടിച്ച് വീശുന്നു എന്നുള്ളതിൻ്റെയാണ് ആ റെപ്രസെൻറ്റേഷൻ. അല്ലാതെ അവരുണ്ടാക്കിയപ്പം കേട് വന്നതൊന്നുമല്ല മരത്തിന്, കേട്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്. ഇവിടുത്തെ ഒരു പള്ളി ജോൺ പോൾ സെക്കൻഡ് എന്താണെന്ന് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ദൂരെയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിന്നെ നിങ്ങളോട് പറയട്ടെ ഒരു കാര്യം, ഇതൊരു കുർബാന കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ചൂല് മാതിരി ഒരു സൂത്രമുണ്ട്. നിങ്ങൾക്കിത് ചൂലാന്നൊക്കെ തോന്നുമെങ്കിൽ ഇതിനകത്ത് ആനമ്പള്ളമുണ്ട്. ചൂലൊന്നുമല്ല, ഇതിൽ മുക്കി നമ്മുടെ മേത്ത് തളിക്കുകയാണ്. അല്ല നമ്മുടെ അവിടുത്തെ മാതിരി സ്പ്രിങ്ക്ലറല്ല ഉള്ളത്. ഇനി അത് ബാക്കി പറയട്ടെ. ഇവിടെ ഈ കിട്ടിയിരിക്കുന്നതെല്ലാം നമ്മുടെ ഫാസിയാമ്മയുടെ ചാപ്പലിനകത്ത് സ്വർണം കൊണ്ടാണ്. എന്ത് കാണുന്നു നോക്കട്ടെ, ഇതൊക്കെ കാണിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് പറയും. അത് ആ മേളിൽ കാണുന്ന എല്ലാ ആഭരണങ്ങളാണ്. പേള്, അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, കൊന്തകളെല്ലാം കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാസ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ആ കാസയൊക്കെ ഗോൾഡിൻ്റെ ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വരുന്നു, ഇറങ്ങുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, പേളാണ് ഇത് ഇവിടെ കാണുന്നത്. ഞാൻ ഒന്ന് കാണിക്കാം. ഓക്കെ. അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ കാണുന്നത് ഇതാണ്. മാതാവിനെ കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല. ഇതിൻ്റെ ഒരു കഥ. മാതാവുണ്ടോ അവിടെ? മാതാവ് എവിടെ പോയിട്ടുണ്ടോ? അതാണ്. ഞാനെപ്പോഴും ഇതെടുത്ത ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന മാതാവിനെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകാനുള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ, 4000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബസിലിക്കയാണ്. ആ മഞ്ഞ കളറിലുള്ള ഇതാണ് എൻട്രൻസ്. അതിൻ്റെ അവിടെ ബാൽക്കണി നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല. ഇതിൻ്റെ തടിയാണ് ഇതിൻ്റെ മെയിൻ വർക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ റൂഫ് മുഴുവനും തടിയാണ്. ഭയങ്കര വർക്കാണ് ഇവിടുത്തെ. എന്താണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനെക്കുറിച്ചൊരു ഇതാണ്. കണ്ട, ആൾക്കാരുടെ മേളിലെ തടിയാണ്. അത് കൊണ്ടുവന്ന് തടിയും കൊണ്ടാണ് അങ്ങേയറ്റം വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ട, അതാണ് അതിൻ്റെ സപ്പോർട്ട്. തടിയാണ് സപ്പോർട്ട്, അല്ലാതെ മെറ്റലല്ല. ഓക്കെ, അത് ഞാൻ പറയാം. പിന്നെ ഇതാണ് അത്രയും മനോഹരമായിട്ടുള്ള ഇതാണിത്. എല്ലാവരും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഇപ്പോൾ ക്വയറ്റായിട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ വരാമല്ലോ എന്ന് വിചാരിക്കുന്നു. 1000 പേർക്കെങ്കിലും ഈ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ബാൽക്കണിയുണ്ട്. മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഇവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ 1000 പേർക്ക് ഇരിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ ഒരു രസത്തിനൊന്ന് കയറിപ്പോയായിരുന്നു കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോളൂ, ഇതിൻ്റെ വലിപ്പം കണ്ടോളൂ. ഇത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. ആ വീഡിയോ ഇട്ടോന്നും ഒരു എനിക്കറിയത്തില്ല. എനിക്ക് വീഡിയോ എടുക്കുന്നതാണ് പണി, അല്ലാണ്ട് അത് അപ്ലോഡ് ചെയ്യണമെന്ന് എപ്പോഴും തോന്നാറില്ല. പ്രൈസ് ഓക്കെ, തോന്നാറില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, മെല്ലെ പറഞ്ഞു, ആരും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെ പിന്നെ ഞാൻ പോകുന്നു, മനസ്സിലായോ? യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഞാൻ ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. നമുക്കൊരു വന്ദനം കൊടുക്കാം. യേശുവേ, ആമേൻ ലോർഡ്, യേശുവേ, ആമേൻ ആമേൻ ആമേൻ. പിന്നെ ഞാൻ ആനന്ദം കൊണ്ട് നിറയുന്ന മനസ്സമുള്ളം നീറുന്നു. മഴയുണ്ട് പ്രിയ മക്കളെ, അതാണ് എനിക്ക് ഏറ്റവും തീരെ പിടിക്കാത്തത്. ഇതാ കണ്ട, ജോൺ പോൾ സെക്കൻഡിൻ്റെ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു, അത് ഇട്ടിട്ടില്ല, ഇടണം. ആ സ്തൂപമാണോ നിൽക്കുന്നത്? കണ്ട, പള്ളിയുടെ തൊട്ട് മുന്നേസാണ്. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പം
നിങ്ങൾക്കിതെല്ലാം ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ ചില റെസ്റ്റ് ചെയ്യാൻ പോട്ടെ. 3 കരുണക്കൊന്തയ്ക്ക് വരണമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് ചാപ്പലാണ് പച്ച കളറിലുള്ളത്. സിസ്റ്റേഴ്സിൻ്റെ അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തേത് ഒന്നും ഇട്ടില്ലെന്ന് വേണ്ട, ഇന്നത്തേക്ക് ഞാൻ നിർത്തിയേക്കാം.